വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിന്റെ ഓരോ ദിവസവും നമ്മളിലൂടെ കടന്നു പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ സന്ദർഭങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത്, റമദാനിന്റെ പകൽ സമയം നമ്മളൊക്കെ പട്ടിണിയിലാണ്. പക്ഷെ ആ പട്ടിണിയിലും നമ്മൾ സന്തോഷിക്കുന്നു, നമ്മൾ ആനന്ദിക്കുന്നു. എന്താണ് അതിന്റെ കാരണം? റമദാൻ നമുക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച വലിയ അവസരമാണ്. നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള വീഴ്ചകളെ പരിഹരിക്കാനുള്ളൊരു മാർഗമാണ്. അതായത് ജീവിതത്തിന്റെ ഇന്നലകളിൽ നമ്മളിൽ സംഭവിച്ച ജാഗ്രതക്കുറവുകൾ, സൂക്ഷ്മതക്കുറവുകൾ, അതുമൂലമുണ്ടായ ഒരുപാട് തെറ്റുകൾ, ആ തെറ്റുകളെ പരിഹരിക്കാൻ അള്ളാഹു നമുക്ക് നൽകിയ ഈ ഒരു അവസരം നന്നായി ഉപയോഗപ്പെടുത്തണമെന്ന ആഗ്രഹത്താലാണ് പട്ടിണിയും പ്രയാസവും ക്ഷീണവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട്, അതൊക്കെ മറന്നുകൊണ്ട് ഈ റമദാനിലേക്ക് നമ്മുടെ മനസ്സ് അലിഞ്ഞു ചേർന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരാവുക എന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ആ പ്രിയപ്പെട്ടവരാകാൻ നാം ചെയ്യേണ്ടത് എന്താണ്? ഇബാദത്തുകളിലൂടെ, കർമ്മങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ മാർഗം. നമസ്കാരവും നോമ്പും സക്കാത്തും ഖുർആൻ പാരായണവും സ്വതക്കയും ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ഇബാദത്തുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഇബാദത്തുകളുടെ ലക്ഷ്യം അള്ളാഹുവിനെ സ്മരിക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ സ്മരണയിലൂടെ മാത്രമാണ് യഥാർത്ഥത്തിൽ മനസ്സിന് ശാന്തിയും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളൊക്കെ സംഘർഷങ്ങളുടെ നടുവിലൂടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ, പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരം സമയത്ത് നമ്മുടെ മനസ്സിനുള്ള ഉറപ്പ്, നമ്മുടെ മനസ്സിന്റെ ബലം അള്ളാഹു കൂടെയുണ്ട് എന്നുള്ള ആ വലിയ ആശ്വാസമാണ്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ. ശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അള്ളാഹ് കൂടെയുണ്ട് ക്ഷമിക്കുന്നവരോടൊപ്പം, തഖ്വയുള്ളവരോടൊപ്പം അള്ളാഹു കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ ആ തഖ്വ ബോധം, ആ ഈമാനികമായ ഊർജമാണ് ഒരു വിശ്വാസിയെ എപ്പോഴും മുന്നോട്ട് നയിക്കേണ്ടത്. റമദാൻ ആ മാസത്തിലൂടെ അല്ലാഹുവിലേക്ക് ഒരു വിശ്വാസി അടുക്കുകയാണ്. പ്രാർത്ഥനകളിലൂടെ, ആരാധനകളിലൂടെ. ജീവിതത്തിൽ എന്തെല്ലാം വിഷയങ്ങളെ കുറിച്ച് നമുക്ക് അള്ളാഹുവിനോട് സങ്കടം പറയാറുണ്ട്, പരിഭവങ്ങൾ പറയാറുണ്ട്. ആ പരിഭവങ്ങളും സങ്കടങ്ങളും വേദനകളും അള്ളാഹുവിന്റെ മുമ്പിൽ ഇറക്കി വെക്കുമ്പോൾ, അള്ളാഹുവിനോട് പങ്കുവെക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് മനസ്സിന് കുളിർമയും ആശ്വാസവും ലഭിക്കുകയാണ്. റമദാൻ അതിനുവേണ്ടി നാം ഉപയോഗപ്പെടുത്തുക. പ്രാർത്ഥനകൾക്ക് വേണ്ടി, നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതുവഴി അള്ളാഹുമായുള്ള നല്ല ബന്ധം സ്ഥാപിക്കാനാണ് വിശ്വാസിക്ക് സാധിക്കുന്നത്. അങ്ങനെ ഈ വിശുദ്ധ മാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദിവസങ്ങളെ ഇനിയും ഉപയോഗപ്പെടുത്തുവാനുള്ള ത്യാഗപൂർണമായ പരിശ്രമങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ഏർപ്പെടുക. അള്ളാഹു അതിലൂടെ നമുക്ക് നൽകുന്നത് സ്വർഗമാണ്. നാളെ പരലോകത്ത് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആ രംഗത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുക. അതുവഴി നമ്മുടെ എല്ലാ ക്ഷീണവും പ്രയാസവും ഒക്കെ മാറ്റിവെച്ച് ആ റയ്യാനിന് വേണ്ടി, ആ സ്വർഗത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ നാം മാറ്റിവെക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.